ക്ഷണിക സ്നേഹവും ശാശ്വത ജീവിതവും. റഷീദ് തുഴിയൂർ എഴുതിയ ലേഖനം. വിവാഹിതരായവർ മറ്റൊരാളോട് പ്രണയം തോന്നുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട സത്യമാണ് ആ ബന്ധം ശാശ്വതമല്ലെന്നത്. ഇന്നത്തെ അനവധി ബന്ധങ്ങൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന പ്രതിജ്ഞകളേക്കാൾ ചില നിമിഷങ്ങളിലെ സന്തോഷത്തിനും ഹൃദയത്തിന്റെ ക്ഷണിക സാന്ത്വനത്തിനുമാണ് പലപ്പോഴും ജന്മം നൽകുന്നത്. കുടുംബവും ഉത്തരവാദിത്തങ്ങളുമുള്ള സ്ത്രീ-പുരുഷന്മാർ മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ തന്നെയായിരിക്കണം അത്. ഏതൊരു ദാമ്പത്യ ജീവിതത്തിലും സംഘർഷങ്ങളും ഭിന്നതകളും സ്വാഭാവികമാണ്. ഒരേ സ്വഭാവവും ഒരേ വികാരതാളവും പങ്കിടുന്ന ഒരാളോട് പെട്ടെന്ന് അടുപ്പവും ആകർഷണവും തോന്നുന്നതും മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗം മാത്രമാണ്. പക്ഷേ സ്വാഭാവികമെന്നത് മാത്രം ശരി എന്നതിന് മതിയായ കാരണമാവണമെന്നില്ല. ജനനം ഒറ്റയ്ക്കും മരണം ഒറ്റയ്ക്കും ഇടയ്ക്കുള്ള ജീവിതയാത്രയിൽ ചിലർ നമ്മോടൊപ്പം ചേരുന്നു, ചിലർ കുറച്ചു ദൂരം മാത്രം സഞ്ചരിച്ച് തിരിഞ്ഞുപോകുന്നു. ഈ ലോകത്ത് അനശ്വരമെന്നൊന്നില്ല, ജീവിതത്തിനും ജീവനും പോലും. അതുകൊണ്ടുതന്നെ വ്യക്തികളെയും അവരുടെ സ്വഭാവങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കിയ ശേഷമേ ബന്ധങ്ങൾ സ്ഥാപിക്കാവൂ. നമ്മൾ ഇടക്കാല ആനന്ദത്തിനായി തിരഞ്ഞെടുത്ത ആളുകൾക്കും ഒരു കുടുംബമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. ഇഷ്ടങ്ങളും മനസ്സും മാറിമറിയുന്നവയാണ്. അതാണ് മനുഷ്യഹൃദയത്തിന്റെ സ്വഭാവം. ഒരു ബന്ധത്തിന്റെ തുടക്കത്തിലെ ഊഷ്മളത നിത്യമായിരിക്കുമെന്നു കരുതുന്നതാണ് പലപ്പോഴും പ്രണയനൈരാശ്യത്തിന്റെ വിത്ത്. മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്തവർ അപകടകരമായ ബന്ധങ്ങളിലേക്ക് ചുവടുവെക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം താൽക്കാലികമായ സന്തോഷത്തിന്റെ മറവിൽ സ്ഥിരമായ വേദന കാത്തിരിക്കാം. ഒരിക്കൽ ഒരുമിച്ചു പങ്കിട്ട സ്നേഹനിമിഷങ്ങൾ എന്നും അതേ തീവ്രതയിൽ നിലനിൽക്കണമെന്നില്ല. ആ നിമിഷങ്ങൾ മങ്ങുമ്പോൾ കുറ്റപ്പെടുത്തലുകളിലും പ്രതികാരങ്ങളിലും മുങ്ങിപ്പോകാതെ ഒന്ന് നിശബ്ദമായി ചിന്തിക്കുക. നിങ്ങളുടെ രണ്ട് കുടുംബങ്ങളിലുമുള്ള നിരപരാധികളായ ഹൃദയങ്ങൾ ഈ രഹസ്യബന്ധത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. ക്ഷണികമായ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ എന്ന ദുരന്ത ചിന്തയിലേക്ക് നീങ്ങുന്നതിനു മുൻപ് നിങ്ങളെ സ്നേഹിച്ചും ആശ്രയിച്ചും ജീവിക്കുന്ന അനവധി മുഖങ്ങളെ ഓർക്കുക. നിങ്ങളുടെ ഒരു തീരുമാനം അവരുടെ ജീവിതങ്ങളെ അനന്തമായ ഇരുളിലേക്ക് തള്ളിവിടാം. ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല. ജീവിതം വേദനകളോടെയും പാഠങ്ങളോടെയും മുന്നോട്ടു പോകേണ്ട ഒരു യാത്രയാണ്. ബന്ധങ്ങൾ തുടങ്ങുന്നതിനു മുൻപ് ചിന്തിക്കുക, ശാശ്വതമായ ജീവിതത്തെ ഒരു നിമിഷത്തിന്റെ ആവേശത്തിൽ ഇല്ലാതാക്കണോ വേണ്ടയോ എന്ന്. ഈ കുറിപ്പെഴുതാൻ പ്രചോദനമായത് അടുത്തിടെയുണ്ടായ ഒരു ദാരുണ സംഭവമാണ്. കടമ്പനാട് പറമലയിൽ രേണു അനിൽ എന്ന യുവതിയുടെ ആത്മഹത്യ.